എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനുള്ളത് കാട്ട്പാടി ജംഗ്ഷനാണ്. തിരുവണ്ണാമലയിലേക്കുള്ള ഒരു യാത്രയാണിത്. അപ്പോൾ നമ്മൾ തിരുവണ്ണാമലയിലേക്കുള്ള യാത്രയാണ്. നമുക്ക് ആദ്യം കാട്ട്പാടിയിൽ ഇറങ്ങണം. എവിടെ നിന്നായാലും ശരി. ഞാനിപ്പോൾ കണ്ണൂരിൽ നിന്നാണ്. കണ്ണൂരിൽ നിന്ന് ചെന്നൈ ട്രെയിനുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് കാട്ട്പാടിയിൽ ഇറങ്ങിയത്. അപ്പോൾ കാട്ട്പാടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇനി ഇവിടെ നിന്ന് നമുക്കൊരു ബസ് പിടിക്കണം. അപ്പോൾ ബസ് നേരെ തിരുവണ്ണാമലയിലേക്ക് പോകും. കാട്ട്പാടി ജംഗ്ഷൻ വളരെ ഫേമസ് ജംഗ്ഷനാണ്. ഇവിടെ നിന്നാണ് പല സ്ഥലത്തേക്കും പോകുന്നത്. ഞാൻ വന്ന വണ്ടി എന്ന് വെച്ചാൽ ചെന്നൈ പോകുന്ന വണ്ടി ഇത്, മാംഗ്ലൂർ ചെന്നൈ. ഇപ്പോൾ രാവിലെ 6 മണിയായി. ഇപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ട് ഇനി ബസ് പിടിച്ചിട്ട് പോകാം. നമുക്ക് കാഴ്ചകളൊക്കെ കാണാം. ഇതാണ് പുതിയ ബസ് സ്റ്റാൻഡാണ് കാട്ട്പാടിയിലെ. കാട്ട്പാടി ജംഗ്ഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു 5 കിലോമീറ്റേഴ്സ് ഉണ്ട്. ഷെയർ ഓട്ടോ ഒക്കെ കിട്ടും. അപ്പോൾ അതിൽ 20 രൂപ ഷെയർ ഓട്ടോയിൽ കൊടുക്കുക. എന്നിട്ട് നമുക്ക് ബസ് സ്റ്റാൻഡ് എത്തും. അപ്പോൾ ഇവിടുന്ന് നമുക്ക് തിരുവണ്ണാമല പോകുന്ന ബസ്സൊക്കെ കിട്ടും. ഓക്കെ, ഇതാണ് തിരുവണ്ണാമല പോകുന്ന ബസ്. തിരുവണ്ണാമല ബസ്. അപ്പോൾ നമ്മൾ തിരുവണ്ണാമല എത്തിയിരിക്കുകയാണ്. തിരുവണ്ണാമല ബസ് സ്റ്റാൻഡ്. തിരുവണ്ണാമല. നമ്മൾ ആദ്യം നേരെ ഹോട്ടലിലേക്ക് പോവാണ്. പണ്ട് ടൗണാണ് ഇത്. നമുക്ക് കാണാം തിരുവണ്ണാമല ക്ഷേത്രം. നമ്മുടെ സ്റ്റേ ചെറിയൊരു സ്ഥലമാണ്. ടെമ്പിൾ വ്യൂ ഹോം സ്റ്റേ ആണ്. എടുത്തൊരു കാഴ്ചകളൊക്കെ ഉണ്ട്. മല കാണാം. അപ്പോൾ റൂം പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന്. ചെക്ക് ഇൻ ടൈം 11 ആണ്. ബാഗ് വെച്ചിട്ട് പുറത്ത് പോയിട്ട് വീണ്ടും വരേണ്ടി വരും തോന്നും. നോക്കാം. ഹായ് ഗൈസ്, ഇപ്പം ഞാനിപ്പോൾ ഒരു ക്ഷേത്രത്തിൽ പോവാണ്. തിരുവണ്ണാമലയിലെ പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ്. തിരുവണ്ണാമലയിലെ പ്രശസ്തമായ ക്ഷേത്രമാണ് അരുൾമൊഴി ശ്രീനിവാസ ക്ഷേത്രം. നമുക്ക് അങ്ങോട്ട് പോകാം. ഇതിലൂടെയാണ് പോകേണ്ടത്. ക്ഷേത്രമാണ് തിരുവണ്ണാമലയിലെ. നമുക്ക് അവിടുന്ന് ആദ്യം കാഴ്ചകളൊക്കെ കണ്ടു തുടങ്ങാം. പിന്നീട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇനി കാണാൻ. രമണാശ്രമമുണ്ട്, വിരൂപാക്ഷ ഗുഹയുണ്ട്, അങ്ങനെ ഒരുപാടുണ്ട്. നമുക്ക് ആദ്യം ക്ഷേത്രത്തിൽ നിന്നാവാം തുടക്കം. ഇന്ന് ക്ഷേത്രത്തിലാണ് പോകുന്നത്. നല്ല മനോഹരമായ ആർക്കിടെക്ചറാണ് ഇതിൻ്റെ. വീഡിയോ എടുക്കാൻ പറ്റുമോ മറ്റു കാര്യങ്ങളൊന്നും അറിയില്ല. ഒന്ന് പോയി നോക്കാം. രണ്ടും ഒന്ന് തന്നെയാണ്. ഇവിടുന്ന് ഫ്രീ ടിക്കറ്റ് ഉണ്ട്, പിന്നെ പൈസ കൊടുത്ത ടിക്കറ്റും ഉണ്ട്. പോയി നോക്കാം ഏതാണ്. കിടലം തന്നെ. കിടലം തന്നെ. നമ്മൾ ക്യൂ നിൽക്കുകയാണ്. ഇത് 50 രൂപയുടെ ക്യൂ ആണ്. ഫ്രീ ടിക്കറ്റും ഉണ്ട്, പക്ഷേ ഇത് 50 രൂപയുടെ. പിന്നെ അരുണാചലേശ്വര ടെമ്പിൾ കയറാൻ പോവാണ്. ഇതുവരെ വീഡിയോ ക്യാമറ അലൗഡ് അല്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് പോയി നോക്കാം. 50 രൂപ ദർശനമാണിത്. ഇവിടെ ടിക്കറ്റ്. ഭയങ്കര ക്യൂ ഉണ്ട്. കണ്ടോ, ഒത്തിരി ടേൺ ഉണ്ട്. വലിയ ക്യൂ ആണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ വളരെ എളുപ്പത്തിൽ കയറാൻ പറ്റൂല. ഇത് ശനിയാഴ്ച ആയതുകൊണ്ടാണ് ഇത്രയും ക്യൂ. ശനി ഞായർ വീക്കെൻഡ്സ് ഭയങ്കര ക്യൂ ആയിരിക്കും. ദർശനത്തിന് എടുത്തെത്തിയിരിക്കുകയാണ്. ഇതാണ് സാക്ഷാൽ അരുണാചലം. തിരുവണ്ണാമലയിലെ ശിവ ടെമ്പിളാണ് അരുണാചലേശ്വർ. എത്താനായി
ഇതിൻ്റെ ആർക്കിടെക്ചർ തന്നെ പോയി നോക്കിയാൽ ഒരു പഴം ഫ്രീ ആയിട്ട് കിട്ടും തോന്നുന്നു. ആന കൊടുക്കാനാണോ എന്നറിയില്ല, പോയി നോക്കാം. നമ്മളിപ്പോൾ അമ്പലത്തിനുള്ളിൽ എത്താനായി. ഇതിനുള്ളിൽ ക്യാമറ ഒന്നും അലൗഡ് അല്ല, അപ്പോൾ ഇതുവരെ നമുക്ക് കാണിക്കാൻ പറ്റും. ദർശനം കഴിഞ്ഞു. നല്ല കാഴ്ചകളായിരുന്നു. ഉള്ളിൽ മനോഹരമായ ആർക്കിടെക്ചറും പിന്നെ ഭഗവാനെയും കണ്ടു. ഇതാണ് അരുണാചലം ക്ഷേത്രം, തിരുവണ്ണാമല. ദർശനം കഴിഞ്ഞു. ഉള്ളിൽ ക്യാമറയും ഫോട്ടോ ഒന്നും അല്ല അവിടെ അല്ല. അപ്പം നമ്മൾ ഇവിടുന്ന് ലഡു ഒക്കെ കിട്ടും. ലഡു പിന്നെ ടാമറിൻ റൈസ്, അതായത് സാദം, ടാമറിൻ പുളി സാദം അങ്ങനത്തെ കുറച്ചുണ്ട്. പ്രസാദം കിട്ടും.